കട്ടപ്പന ക്ഷീരവികസന യൂണിറ്റിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂൾ നാലുമുക്കിന്റെയും ആഭിമുഖ്യത്തിൽ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു. ഇരട്ടിയാർ നാഗതൊട്ടി ക്ഷീരസഹകരണ സംഘത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ക്ഷീരവികസന യൂണിറ്റിന്റെയും ഗവൺമെന്റ് ഹൈസ്കൂൾ നാലുമുക്കിന്റെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളിൽ ക്ഷീരമേഖലയോടുള്ള താൽപര്യം വളർത്തുന്നതിനും അവബോധം സൃഷ്ടിക്കുന്നതിനുമായി ക്ഷീരവികസന വകുപ്പിന്റെ വാർഷിക പദ്ധതിയായ സ്റ്റുഡൻസ് ഡയറി ക്ലബ്ബ് രൂപീകരിച്ചു. നാങ്കുതൊട്ടി ക്ഷീര സഹകരണ സംഘം ഹാളിൽ വെച്ച് ദേശീയ ക്ഷീരദിനത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിലും അല്ലെങ്കിൽ ക്ഷീരമേഖലയിലൊക്കെ യുവാക്കൾ കടന്നു വരുന്നതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ക്ഷീരമേഖലയിലെ പാലുൽപാദനം പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു നല്ല ബോധ്യം പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയാണ് ക്ഷീരവികസന വകുപ്പും അതുപോലെ നാങ്കുതൊട്ടി മിൽമയും എല്ലാം കൂടി ഇതുപോലൊരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. കൊച്ചു കൂട്ടുകാരെല്ലാം എങ്ങനെയാണ് നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം പാല് ഉൽപ്പന്നങ്ങളും പാലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇത് എങ്ങനെ ഉണ്ടാകുന്നു, ഇതിന് പുറകിലുള്ള കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇതിന് പുറകിലുള്ള കാർഷിക മേഖല നിരവധിയായ അച്ഛനമ്മമാരുടെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. പഞ്ചായത്ത് അംഗം ജോസ് തച്ചാപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഡോളസ് പി പദ്ധതി വിശദീകരിച്ചു. ക്ഷീരമേഖലയിലെ നിങ്ങൾക്ക് ആഭിമുഖ്യം ജനിപ്പിക്കുന്നതിനും അതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഇനി നിങ്ങൾ ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ സ്റ്റുഡൻസ് മെമ്പേഴ്സിനെ കൊണ്ട് ചെറിയ ചെറിയ ഡയറി പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ സ്കൂളുകളിൽ നിങ്ങൾക്ക് ഒരു ഫോഡർ പ്ലോട്ട് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ മിൽക്ക് പ്രൊഡക്ട്സ്, അതായത് ക്ഷീരോൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഡെമോൺസ്ട്രേഷൻ വയ്ക്കാം. ക്ഷീരവികസന ഓഫീസർ ശ്രീജിത്ത് പി, സ്കൂൾ ഹെഡ്മാസ്റ്റർ ബിന്ദു ബി, നാങ്കുതൊട്ടി ആപ്കോസ് പ്രസിഡന്റ് കെ ജയൻ കണ്ണാടിശ്ശേരിയിൽ, സെക്രട്ടറി അനിൽകുമാർ MR, ഡയറി ഫാം ഇൻസ്ട്രക്ടർ മിനിമോൾ KN തുടങ്ങിയവർ സംസാരിച്ചു. ക്ലബിന്റെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ഫാം വിസിറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.